Welcome to a new video. ഈ വീഡിയോ എന്ന് പറയുന്നത് ഒരു റിവിഷൻ സീരീസിലെ ഫസ്റ്റ് വീഡിയോ ആണ്. ബേസിക്കലി നമ്മൾ ജനറൽ PSCയിൽ വരുന്ന എല്ലാ എക്സാംസിനും അസിസ്റ്റൻറ്റ്, ജൂനിയർ അസിസ്റ്റൻറ്റ്, അത് ഇപ്പം യൂണിവേഴ്സിറ്റീസിലോ സെക്രട്ടേറിയറ്റിലോ അല്ലെങ്കിൽ SBCID ഇപ്പോൾ വരാനിരിക്കുന്ന ഒരു എക്സാം ഉണ്ട്. പിന്നെ ഇനി നോട്ടിഫിക്കേഷൻ വരാനുള്ള കമ്പനി ബോർഡ്, പിന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ്, പിന്നെ അതുപോലെ തന്നെ ഒരുപാട് കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡിൽ ഒരുപാട് അസിസ്റ്റൻസിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരാറുണ്ട്. അപ്പോൾ അതിനൊക്കെ ഉതകുന്ന രീതിയിലുള്ള കുറേ ടോപ്പിക്സ് നമുക്ക് കോമൺ ആയിട്ടുള്ള ടോപ്പിക്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ റിവിഷൻ പോലെ ലൈക്ക് നമുക്ക് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുന്നതാണ് എപ്പോഴും നമുക്ക് നമ്മുടെ കൺസെപ്റ്റ് പഠിച്ചു എന്നുള്ളത് വാലിഡേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു റിവിഷൻ സീരീസിൽ ബേസിക്കലി ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. അതും ഇപ്പോഴത്തെ പാറ്റേൺ അനുസരിച്ച് നമുക്കറിയാം PSCയിൽ ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻ പാറ്റേണിൽ. അപ്പോൾ ആ പാറ്റേണിലേക്ക് കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഓരോരോ ടോപ്പിക്സിൽ കവർ ചെയ്ത് പോകുന്നതാണ് ബേസിക്കലി ഈ ഒരു റിവിഷൻ സീരീസ്. സോ ദാറ്റ് ഇറ്റ് ക്യാൻ ബി യൂസ്ഫുൾ. ഇപ്പോൾ സെക്രട്ടേറിയറ്റ് മെയിൻസ് എക്സാം എഴുതാൻ പോകുന്നവർക്കും ഇത് യൂസ്ഫുൾ ആയിരിക്കും, വരുന്ന എക്സാമുകൾക്കും നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, സോ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് വേൾഡ് ഹിസ്റ്ററിയിൽ ഒരു ടോപ്പിക്കാണ്. വേൾഡ് ഹിസ്റ്ററിയിൽ നമുക്ക് മെയിനായിട്ടും റെവല്യൂഷൻസും UN ഒക്കെയാണ് വരുന്നത്. അതിൽ വേൾഡ് റെവല്യൂഷൻസിൽ രണ്ടെണ്ണം, ഫസ്റ്റ് രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് നമ്മൾ സിലബസിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഗ്രേറ്റ് റെവല്യൂഷൻ ഓഫ് ഇംഗ്ലണ്ടും പിന്നെ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസും. ഇതിനെ രണ്ടിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇവിടെ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് ദ ഗ്ലോറിയസ് റെവല്യൂഷൻ ഓഫ് 1688 കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് വിലയിരുത്താം, എന്നിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഓക്കെ, സോ ഇവിടെ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് കറക്റ്റ് ആണ് അല്ലെങ്കിൽ ഏതൊക്കെ തെറ്റാണ് അങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓരോ സ്റ്റേറ്റ്മെന്റും ഒന്ന് നോക്കാം. സോ ഫസ്റ്റ് പോയിന്റ് പറയുന്നത് ഇറ്റ് മാർക്ക്ഡ് ദ എൻഡ് ഓഫ് ആബ്സല്യൂട്ട് മൊണാർക്കി ഇൻ ഇംഗ്ലണ്ട്. അപ്പോൾ നമുക്കറിയാം ഗ്ലോറിയസ് റെവല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്, 1688 നടന്നത്. ഇതിൻ്റെ കൂടെ ഞാൻ അഡീഷണൽ പോയിന്റ്സ് ഒക്കെ പറഞ്ഞു പോകാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ കിങ് ജെയിംസ് രണ്ടാമൻ നമ്മൾ എന്ത് ചെയ്തു, ഓവർ പവർ ചെയ്തു. അതായത് ജെയിംസ് II ആണ് ഭരിച്ചുകൊണ്ടിരുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ രാജഭരണം എന്ത് ചെയ്തു, ഓവർത്രോ ചെയ്യപ്പെട്ടു. അത് റീപ്ലേസ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ തന്നെ മകളായ മേരിയും മകളുടെ ഭർത്താവായ വില്യം ഓഫ് ഓറഞ്ചുമാണ് അല്ലേ. അങ്ങനെ ഇവര് ഭരണത്തിൽ വന്നെങ്കിൽ പോലും അത് ഒരു പാർലമെന്റ് എസ്റ്റാബ്ലിഷ് ചെയ്ത ശേഷമാണെന്നുള്ളത് നമുക്കറിയാം. അതിന്റെ കോൺസിക്വൻസ് ആയിട്ട് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി, ആബ്സല്യൂട്ട് മൊണാർക്കി എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു റെവല്യൂഷന് മുന്നേ ഫുള്ളി രാജഭരണമായിരുന്നു. അതിനുശേഷം ഒരു പാർലമെന്റ് കൊണ്ടുവന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷന്റെ ബേസിസിലുള്ള ഒരു മൊണാർക്കിയിലായിട്ട്, അതായത് രാജാവിനൊക്കെ ഒരു ഭരണത്തിന്റെ പവർ കുറവാണ്, പാർലമെന്റിനും നല്ലൊരു ഇമ്പോർട്ടൻറ്റ് റോൾ ഉണ്ട്. അങ്ങനെയാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കിയിലോട്ട് മാറുന്നത്. അപ്പോൾ ആബ്സല്യൂട്ട് മൊണാർക്കി ഇംഗ്ലണ്ടിൽ എന്ത് ചെയ്തു, ഗ്ലോറിയസ് റെവല്യൂഷനോടെ തീർന്നു എന്നാണ് പറയുന്നത്. കറക്റ്റ് ആണ് അല്ലേ, കാരണം ആബ്സല്യൂട്ട് മാറി കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി ആയിട്ട് വന്നു. സോ ഇറ്റ് ഈസ് കറക്റ്റ്. ഇനി വില്യം ഓഫ് ഓറഞ്ച് ആൻഡ് മേരി ടു അസെൻഡഡ് ദ ഇംഗ്ലീഷ് ത്രോൺ വിത്തൗട്ട് ബ്ലഡ് ഷെഡ്. ഇത് കറക്റ്റ് ആണ് അല്ലേ, നമ്മൾ ഇപ്പോൾ പറഞ്ഞേ ഉള്ളൂ. മേരി II എന്ന് പറയുന്നത് ജെയിംസ് രണ്ടാമൻ്റെ മകളാണ്. വില്യം ഓഫ് ഓറഞ്ച് ഇസ് ദി സൺ ഇൻ ലോ. ഓൾസോ വിത്തൗട്ട് ബ്ലഡ് ഷെഡ്. ഓക്കെ, അവിടെ എന്താ പറയുക, യുദ്ധത്തിൽ ഒരുപാട് ആൾക്കാർ മരണപ്പെടുക അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ റെവല്യൂഷൻ നമ്മൾ ബ്ലഡ്ലെസ് റെവല്യൂഷൻ അല്ലെങ്കിൽ ബ്ലഡ്ലെസ് റെവല്യൂഷൻ ഓർ ബ്ലഡ്ലെസ് കൂപ്പ് എന്നും അറിയപ്പെടാറുണ്ട് അല്ലേ. അപ്പോൾ ഇത് പോയിന്റും കറക്റ്റ് ആണ്. ഇറ്റ് ലെഡ് ടു ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് പാർലമെന്ററി സുപ്രമസി ഓവർ ദി ക്രൗൺ. അതും കറക്റ്റ് ആണ് അല്ലേ, കാരണം റെവല്യൂഷന് ശേഷം പാർലമെന്റ് ഒരു പാർലമെന്റ് കൊണ്ടുവരുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നു. ആൻഡ് ഓൾസോ അത് രാജാവിനെക്കാളും മേളിലുള്ള ഒരു പവറായി, പാർലമെന്ററി സുപ്രമസി ഓവർ ദ ക്രൗൺ, ക്രൗണിനെക്കാളും മേളിലുള്ള ഒരു പവറായിട്ട് മാറി. അപ്പോൾ പാർലമെന്റ് സുപ്രീമായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ മൊണാർക്കി ലിമിറ്റ് ചെയ്തു, പാർലമെന്റ് സുപ്രീം ആയിട്ട് വന്നു. അപ്പോൾ മൊണാർക്കി ലിമിറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഈ ടാക്സ്, ആർമി ഇതുപോലുള്ള എല്ലാ കാര്യത്തിലും പാർലമെന്റിന്റെ കൺസെന്റും കൂടെ ഇല്ലാതെ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ പോയിന്റ്സ്. സോ ഇത് മൂന്നും കറക്റ്റ് ആണ്. അപ്പോൾ വിച്ച് ഓഫ് ദ എബോവ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്? ഈ മൂന്ന് സ്റ്റേറ്റ്മെന്റിൽ ഏതൊക്കെയാണ് കറക്റ്റ്? മൂന്നും കറക്റ്റ് ആണ് അല്ലേ, 1, 2, 3. സോ ഓപ്ഷൻ C ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. With reference to the English Bill of Rights 1689. അപ്പോൾ ഇംഗ്ലീഷ് ബിൽ ഓഫ് റൈറ്റ്സ് കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. ഗ്രേറ്റ് റെവല്യൂഷൻ ഓഫ് ഇംഗ്ലണ്ട് എന്ന് പറയുന്നത് 1688 നടന്നു. ഈ റെവല്യൂഷന് ശേഷം എന്താണ്, ഈ
ഇംഗ്ലീഷ് ബിൽ ഓഫ് റൈറ്റ്സ് കൊണ്ടുവന്നു. അതായത് നമ്മുടെ മേരിയും വില്യം ഓഫ് ഓറഞ്ചും കോറണേറ്റ് ചെയ്ത സമയത്ത് ഇവർ ബിൽ ഓഫ് റൈറ്റ്സ് കൊണ്ടുവന്നു. അതായത് ഈ പാർലമെൻറ്റും മൊണാർക്സും നമ്മുടെ മൊണാർക്കി, അതായത് രാജാവും കൂടെ കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു അവരുടെ അഗ്രിമെന്റ് പോലത്തെ ഒരു ഇതായിരുന്നു. ഇപ്പം ഇംഗ്ലീഷ് ബിൽ ഓഫ് റൈറ്റ്സ് എന്ന് പറയുന്നത് അതിന് ശേഷമുള്ള വർഷം 1689 നടന്നത്. വർഷം ഓർത്തു വെച്ചിരിക്കുക, 1689. സോ ഇറ്റ് വാസ് പാസ്ഡ് ഡ്യൂറിങ് ദ റെയിൻ ഓഫ് കിങ് ജെയിംസ് ടു. അപ്പോൾ കിങ് ജെയിംസ് ടുവിൻ്റെ കാലഘട്ടത്തിലാണ് ഈ ബിൽ ഓഫ് റൈറ്റ്സ് വന്നത്. ആണോ? അല്ല. ഇദ്ദേഹത്തെ ഓവർത്രോ ചെയ്തിട്ട് മകളും മരുമകനും പാർലമെന്റിന്റെ സഹായത്തോടെ ഒരു മൊണാർക്കി, കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി എസ്റ്റാബ്ലിഷ് ചെയ്ത ശേഷമാണ് ഇംഗ്ലീഷ് ബിൽ ഓഫ് റൈറ്റ്സ് വരുന്നത്. സോ ഇത് തെറ്റാണ്. ഇനി ഇറ്റ് റെസ്ട്രിക്റ്റഡ് ദ പവേഴ്സ് ഓഫ് ദ മൊണാർക്ക് ഇൻ ടാക്സേഷൻ ആൻഡ് ലോ മേക്കിംഗ്. അപ്പോൾ ഇത് എന്ത് റെസ്ട്രിക്ഷൻ കൊടുത്തു? ഈ ബിൽ ഓഫ് റൈറ്റ്സ് പ്രകാരം മൊണാർക്കിന്റെ പവേഴ്സ് ടാക്സേഷനും ലോ മേക്കിംഗ്, നിയമം ഉണ്ടാക്കുന്നതിലും ടാക്സസിന്റെ കാര്യത്തിലൊക്കെ ഒറ്റയ്ക്ക് തീരുമാനിക്കാൻ പറ്റില്ല, പാർലമെന്റിന്റെ കൺസെന്റ് കൂടെ വേണം. അങ്ങനത്തെ പവേഴ്സ് റെസ്ട്രിക്റ്റ് ചെയ്തു. അത് കറക്റ്റ് ആണ് അല്ലേ? സോ ദിസ് ഇസ് കൈൻഡ് ഓഫ് എ കറക്റ്റ് ആൻസർ. മൂന്നാമത്തത് ഇറ്റ് ഗ്രാൻഡഡ് ഫ്രീഡം ഓഫ് സ്പീച്ച് വിത്തിൻ പാർലമെന്റ്. അപ്പോൾ പാർലമെന്റിനകത്ത് ആൾക്കാർക്ക്, അതായത് റെപ്രസെൻറ്റേഷൻ കൊണ്ടുവന്നു. ഇറ്റ് ഗ്രാൻഡഡ് ഫ്രീഡം ഓഫ് സ്പീച്ച് വിത്തിൻ പാർലമെന്റ്. ആർക്ക് വേണോ, പാർലമെന്റിനകത്തുള്ള ആർക്ക് വേണോ ഫ്രീ ആയിട്ട് പറയാം. ഈ ഒരു ജെയിംസ് രണ്ടാമൻ്റെ സമയത്ത് എന്ന് പറഞ്ഞാൽ എല്ലാം അവർ കൂടുതലും ഈ കാത്തലിക്സ്, റോമൻ കാത്തലിക്സിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. ബാക്കി എല്ലാ ആൾക്കാർക്കും എന്തില്ലായിരുന്നു, ഒരു ഫ്രീഡം ഒന്നും ഇല്ലെന്ന്. ബാക്കി ആർക്കും തന്നെ ഒരു കൈൻഡ് ഓഫ് എന്താ ഫെസിലിറ്റീസോ അല്ലെങ്കിൽ അവർക്ക് പ്രത്യേകിച്ചൊരു ഗുണങ്ങളൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ മാറിയിട്ട് എല്ലാ ആൾക്കാർക്കും ഒരുപോലെ ഫ്രീഡം ഓഫ് സ്പീച്ച് കൊണ്ടുവന്നു വിത്തിൻ പാർലമെന്റ്. അത് ട്രൂ ആണ്. സോ 2 and 3 കറക്റ്റ് ആണ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. വിച്ച് ഓഫ് ദ ഈസ് കറക്റ്റ്? ഓക്കെ. അപ്പോൾ ചില സമയത്ത് ഇത് റോങ് ആണോ എന്ന് ചോദിക്കുക. അപ്പോൾ റോങ് ആണെങ്കിൽ ഇവിടെ ഒരെണ്ണമാണ് റോങ്. സോ 1 ഓൺലി എന്നൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതായിരിക്കും കറക്റ്റ്. അപ്പോൾ അത് ശ്രദ്ധിക്കാം. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ കറക്റ്റ് ആണോ റോങ് ആണോ ചോദിച്ചിട്ടുള്ളത് എന്നുള്ളത് ശ്രദ്ധിച്ച് വേണം ആൻസർ ചെയ്യാനായിട്ട്. ഓക്കെ. സോ ആൻസർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഓക്കെ ഓക്കെ, ഇങ്ങനെ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഗ്ലോറിയസ് റെവല്യൂഷൻ വാസ് സപ്പോർട്ടഡ് ബൈ എ മെജോറിറ്റി ഓഫ് ദി ഇംഗ്ലീഷ് പാർലമെന്റ്. ഈ ഗ്ലോറിയസ് റെവല്യൂഷൻ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് പാർലമെന്റ് സപ്പോർട്ട് was supported by a majority of the English Parliament എന്നാണ് പറയുന്നത്. Then it established Catholicism as the official religion of England. The revolution permanently excluded Catholics from the English throne. Just a minute. Options 1 2 then 1 3 2 3 1 ഉണ്ട് അല്ലേ? സോ ഗ്ലോറിയസ് റെവല്യൂഷൻ വാസ് സപ്പോർട്ടഡ് ബൈ മെജോറിറ്റി ഓഫ് ഇംഗ്ലീഷ് പാർലമെന്റ്. നമുക്കറിയാം പാർലമെന്റിന് വലിയ ഒരു പവർ ഉണ്ടായിരുന്നില്ല ജെയിംസ് രണ്ടാമൻ്റെ കാലഘട്ടത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാർലമെന്റിന്റെ ഒരു പവർ കൊണ്ടുവരാനായിട്ട് അവരെന്ത് ചെയ്തു? ഗ്ലോറിയസ് റെവല്യൂഷൻ സപ്പോർട്ട് ചെയ്യുന്നു അല്ലേ? ഒരു മെജോറിറ്റിയും സപ്പോർട്ട് ചെയ്തു. അത് കറക്റ്റ് ആണ്. രണ്ടാമത് ഇറ്റ് എസ്റ്റാബ്ലിഷ്ഡ് കാത്തോലിസിസം ആസ് ദ ഒഫീഷ്യൽ റിലീജിയൻ ഓഫ് ഇംഗ്ലണ്ട്. അത് തെറ്റാണ് അല്ലേ? കാരണം ഈ ഗ്രേറ്റ് റെവല്യൂഷൻ ഓഫ് ഇംഗ്ലണ്ട് വരാനുള്ള ഒരു മേജർ കോസ് എന്ന് പറയുന്നത് തന്നെ റിലീജിയസ് കോൺഫ്ലിക്റ്റ് ആണ് അല്ലേ? അപ്പോൾ റിലീജിയസ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ ജെയിംസ് രണ്ടാമൻ എന്ന് പറയുന്നത് ഒരു കാത്തലിക് ആയിരുന്നു. ആൻഡ് കാത്തലിക്സിന് റെസ്ട്രിക്ഷൻസ് ഒന്നും അധികം കൊടുക്കാതെ അവരെ ഹയർ ഗവൺമെന്റ് പൊസിഷൻസിലൊക്കെ അപ്പോയിന്റ് ചെയ്തു. അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്കും ബാക്കിയുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്തു? ബാക്കി പോപ്പുലേഷന് എന്ത് ചെയ്തു? ദേഷ്യം വരികയുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ റെവല്യൂഷന് ഈ ബാക്കിയുള്ള പോപ്പുലേഷൻ ആക്ച്വലി പ്രൊട്ടസ്റ്റന്റ് എന്നാണ് വിളിച്ചിരുന്നത് കേട്ടോ. പ്രൊട്ടസ്റ്റന്റ് ഗ്രൂപ്പ്. ഓക്കെ. അപ്പോൾ പ്രൊട്ടസ്റ്റന്റ് പോപ്പുലേഷൻ എന്ത് ചെയ്യുന്നു? ഇത് എതിർത്തിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ റെവല്യൂഷന് ശേഷം കാത്തലിക്സ് ഒഫീഷ്യൽ റിലീജിയൻ ആയിട്ട് കൊണ്ടുവന്നോ? ഇല്ല, അതൊന്നും പ്രാവർത്തികമാക്കിയില്ല. സോ ഇത് റോങ് ആയിട്ടുള്ളതാണ്. ഇനി റെവല്യൂഷൻ പെർമനന്റ്ലി എക്സ്ക്ലൂഡഡ് കാത്തലിക്സ് ഫ്രം ദ ഇംഗ്ലീഷ് ത്രോൺ. അപ്പോൾ ഓക്കെ, ഇതിൽ റെവല്യൂഷൻ നടന്ന ശേഷം ഇംഗ്ലീഷ് ത്രോൺ, അതായത് അവിടുത്തെ ഭരണത്തിലേക്ക് ഒരു കാത്തലിക്സും വരാൻ പാടില്ല എന്നുള്ളത് പെർമനൻ്റ് ആയിട്ട് എക്സ്ക്ലൂഡ് ചെയ്ത ഒരു കാര്യമാണ്. അത് ശരിയാണ്. കാരണം നമ്മൾ ബിൽ ഓഫ് റൈറ്റ്സ് 1689 വന്നു. അപ്പോൾ 1689 വന്നിട്ട് 1701 ഒരു ആക്ട് ഓഫ് സെറ്റിൽമെന്റ് ഇവർ കൊണ്ടുവന്നു. ആക്ട് ഓഫ് സെറ്റിൽമെന്റ്. ഈ ആക്ട് ഓഫ് സെറ്റിൽമെന്റ് പ്രകാരം മെയിൻ ആയിട്ടും പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റോമൻസും എന്ത് ചെയ്യില്ല, ക്രൗണിലേക്ക് വരാൻ പാടില്ല എന്നുള്ളതാണ്. ബേസിക്കലി ഇത് 1701 ഈ ആക്ട് ഓഫ് സെറ്റിൽമെന്റിന്റെ ഭാഗമാണെങ്കിലും ചിലതൊക്കെ ക്വസ്റ്റ്യൻസിൽ നമ്മൾ ബിൽ ഓഫ് റൈറ്റ്സിന്റെ ഭാഗമായിട്ടും ഇത് പറയാറുണ്ട്. അതായത് ക്രൗണിൽ
കാത്തലിക്സ് ആയിരുന്നു, നോ റോമൻ കാത്തലിക്സ് ക്യാൻ വെയർ ദ ക്രൗൺ എന്ന് പറയുന്ന ആ ഒരു പ്രൊവിഷൻ ബിൽ ഓഫ് റൈറ്റ്സിൽ പറയുന്നതായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ട്രൂ ആണ്. സോ 1 and 3 ആണ് റൈറ്റ് ആൻസർ. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. 1 and 3 വരുന്നത് ഓപ്ഷൻ ബി. സോ ഓപ്ഷൻ ബി ഇസ് ദി റൈറ്റ് ആൻസർ. Next question, which of the following statements about the outcomes of the Glorious Revolution are true? അപ്പോൾ ഔട്ട്കംസ്, ഗ്ലോറിയസ് റെവല്യൂഷൻ്റെ ഔട്ട്കംസ് ബേസ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഫസ്റ്റ് വൺ, ഇറ്റ് എസ്റ്റാബ്ലിഷ്ഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി. നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്തതാണ്. മൊണാർക്കി ആബ്സല്യൂട്ട് മൊണാർക്കി എന്ന് മാറി കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി ആയിട്ട് മാറി. അത് ട്രൂ ആണ്. അപ്പോൾ മൊണാർക്കിക്ക്, അതായത് രാജാവിന് ലിമിറ്റഡ് പവറും പാർലമെന്റിന്റെ റോൾ ഗവൺമെന്റിൽ കൂട്ടുകയും ചെയ്തു. ഇറ്റ് വീക്കൻഡ് ദ പവേഴ്സ് ഓഫ് ഇംഗ്ലീഷ് പാർലമെന്റ്. ഇംഗ്ലീഷ് പാർലമെന്റിന്റെ പവർ കുറയ്ക്കുകയാണോ, വീക്കൻ ആണോ ചെയ്തത്? അല്ല, അത് സ്ട്രെങ്തൻ ആണ് ചെയ്തത്. സോ ദിസ് ഈസ് റോങ്. ഇറ്റ് കോൺട്രിബ്യൂട്ടഡ് ടു ദ ഡെവലപ്മെന്റ് ഓഫ് ലിബറൽ പൊളിറ്റിക്കൽ തോട്ട്. ലിബറൽ പൊളിറ്റിക്കൽ തോട്ട് എന്ന് പറയുമ്പോൾ ഒരു ഫ്രീഡം ബേസ് ചെയ്തിട്ടുള്ള തോട്ട്സ് കൊണ്ടുവരാനായിട്ട് ഇത് സഹായിച്ചു അല്ലേ? അത് കറക്റ്റ് ആണ്. കാരണം ഇതിന് ശേഷം ഇത് വേറെ മൂവ്മെന്റ്സ്, അതായത് ഈ ബിൽ ഓഫ് റൈറ്റ്സ് ആക്ച്വലി US-ലും ബിൽ ഓഫ് റൈറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. US-ലും ബിൽ ഓഫ് റൈറ്റ്സ് കൊണ്ടുവന്നായിരുന്നു, പക്ഷെ ഇത് ഇതിന് ശേഷമാണ്. അപ്പോൾ ഇവർ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടാണ് പിന്നീട് എന്ത് ചെയ്യുന്നത്, ബാക്കി റെവല്യൂഷൻസ് ഒക്കെ ഉണ്ടാകുന്നത്. അതായത് അവർക്കും ഫ്രീഡം വേണമെന്ന് പറഞ്ഞ് ഉണ്ടായത്. സോ ഇൻഫ്ലുവൻസ് ഓൺ US ഉണ്ടായിരുന്നു. സോ ഇതൊക്കെ എന്ത് ചെയ്തു, ആ ഒരു പൊളിറ്റിക്കൽ ലിബറൽ തോട്ട്, ഒരു ഫ്രീഡം വേണം എന്നുള്ളൊരു തോട്ടിനെ ഉണ്ടാക്കാൻ, ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിച്ചു. സോ 1 and 3 കറക്റ്റ് ആണ്. സോ ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. Consider the following statements. The Glorious Revolution was a civil war between Catholics and Protestants in England. Okay, അപ്പോൾ ഇത് തെറ്റാണ്. നമ്മൾ ഗ്ലോറിയസ് റെവല്യൂഷൻ പഠിക്കുമ്പോൾ എടുത്തു പറയുന്നതാണ്, ഇറ്റ് ഈസ് നോട്ട് എ സിവിൽ വാർ. നോട്ട് എ സിവിൽ വാർ. കാരണം മേരിയുടെ ഭർത്താവ് എന്ന് പറയുന്നത് ഹീസ് ദ വില്യം ഓഫ് ഓറഞ്ച് എന്ന് പറയുന്നത് ഹോളണ്ടിലെ ആളാണ്. ഹോളണ്ട്. ഈവൻ ദോ ഇവിടുത്തെ ആൾക്കാർക്ക് വേണ്ടി, ആ ഒരു കൺട്രിക്കകത്തുള്ള ആൾക്കാർക്ക് വേണ്ടിയാണ് ഇവർ പ്രവർത്തിച്ചെങ്കിൽ പോലും പുറത്തുനിന്നുള്ള ആൾക്കാർ ഇൻവോൾവ് ആയിരുന്നു. സോ ഇതൊരു സിവിൽ വാർ അല്ല. സോ ഇറ്റ് വാസ് എ സിവിൽ വാർ? നോ, ഇറ്റ് ഈസ് റോങ് അല്ലെ? കാത്തലിക്സും പ്രൊട്ടസ്റ്റൻസും ഒക്കെ ആയിരുന്നു, പക്ഷെ ഇറ്റ് ഈസ് നോട്ട് എ സിവിൽ വാർ. സോ ദിസ് ഇസ് റോങ്. വില്യം III ഇൻവേഡഡ് ഇംഗ്ലണ്ട് വിത്ത് ആൻ ആർമി ബട്ട് ഫേസ്ഡ് മിനിമൽ റെസിസ്റ്റൻസ്. ഇത് ട്രൂ ആണ്. നമ്മുടെ വില്യം ഓഫ് ഓറഞ്ച് എന്ന് പറയുന്നത് വില്യം III മൂന്നാമൻ എന്നും അറിയപ്പെടാറുണ്ട്. അപ്പോൾ വില്യം ഇംഗ്ലണ്ടിൽ നമ്മളെ പാർലമെന്റ് എന്ത് ചെയ്തു, ഇവരെ ഇൻവൈറ്റ് ചെയ്തു. വില്യം ഓഫ് ഓറഞ്ചിന് ഇൻവിറ്റേഷൻ കൊടുത്തു. അപ്പോൾ വില്യം ഓഫ് ഓറഞ്ച് ആർമിയുമായിട്ട് ഇംഗ്ലണ്ടിൽ വരികയും, അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്കും വലിയൊരു ആർമി ആയത് കാരണം തന്നെ ജെയിംസ് രണ്ടാമന് ഫേസ് ചെയ്യാൻ പറ്റാതെ എന്ത് ചെയ്യുന്നു, അവർ ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത്. ഐ തിങ്ക് ദേ ഫ്ലെഡ് ടു ഫ്രാൻസ്. അപ്പോൾ ഒരുപാട് റെസിസ്റ്റൻസ്, ഒരു യുദ്ധമോ അങ്ങനെയൊന്നും വന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ബ്ലഡ്ലെസ് റെവല്യൂഷൻ എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് റൈറ്റ്. The revolution had an influence on later democratic movements in Europe and America. ട്രൂ ആണ് അല്ലേ? പിന്നെയുള്ള റെവല്യൂഷൻസിന് ഇതൊരു മാതൃകയായിട്ട് മാറുകയുണ്ടായി. സോ 2 and 3 കറക്റ്റ് ആണ്. വിച്ച് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ്സ് കറക്റ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്? 2 and 3 ഓപ്ഷൻ ബി. The Glorious Revolution is called glorious because. സോ ഗ്ലോറിയസ് റെവല്യൂഷൻ എന്ന പേര് എന്തുകൊണ്ട് വന്നു എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഇറ്റ് റീസ്റ്റോർഡ് ദി റോമൻ കാത്തലിക് മൊണാർക്കി ഇൻ ഇംഗ്ലണ്ട്. ആണോ? അല്ല, ഇംഗ്ലണ്ടിൽ റോമൻ കാത്തലിക് മൊണാർക്കി ആയിരുന്നു, അത് മാറ്റി കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി ആയിട്ട് മാറുകയാണ് ചെയ്തത്. സോ ദിസ് ഈസ് റോങ് അല്ലേ? ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇറ്റ് റിസൾട്ടഡ് ഇൻ മിനിമൽ ബ്ലഡ് ഷെഡ്. ഓക്കെ, നമ്മൾ ബ്ലഡ്ലെസ് റെവല്യൂഷൻ എന്ന് എന്തുകൊണ്ട് പറയുന്നപ്പോൾ അതൊരു റീസൺ ആണ്. ഇതിന് ഗ്ലോറിയസ് എന്ന് പറയാനായിട്ട് ഇറ്റ് ഈസ് എ റീസൺ. ഓപ്ഷൻ 2 ഒരു കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. അതുകൊണ്ട് തന്നെയാണ് അതിന് ഗ്ലോറിയസ്. സാധാരണ ഒരു റെവല്യൂഷൻ എന്ന് പറയുമ്പോൾ ഒരുപാട് ആൾക്കാരുടെ മരണമൊക്കെ അതിന്റെ ഭാഗമാകും, പക്ഷെ അങ്ങനെ ഉണ്ടായിരുന്നില്ല. സോ അതുകൊണ്ടാണ് ഗ്രേറ്റ് റെവല്യൂഷൻ, ഗ്ലോറിയസ് റെവല്യൂഷൻ എന്നൊക്കെ പറയുന്നത്. ഇറ്റ് എൻഷുവേർഡ് പ്രൊട്ടസ്റ്റന്റ് സക്സഷൻ ടു ദ ത്രോൺ. പിന്നെ ഓൾസോ റെവല്യൂഷൻ സക്സസ്ഫുൾ ആയി അല്ലേ? പ്രൊട്ടസ്റ്റൻസ് എന്ത് ചെയ്തു, അവർക്ക് സക്സസ്ഫുൾ ആയിട്ട് ത്രോണിൽ കയറാൻ പറ്റിയില്ലേ? കാരണം വില്യം ഓഫ് ഓറഞ്ചും മേരി എന്ന് പറയുന്നത് ആക്ച്വലി ജെയിംസിന്റെ മകളാണെങ്കിൽ പോലും തന്നെ പ്രൊട്ടസ്റ്റന്റ് കമ്മ്യൂണിറ്റിയിലാണ്. അവർ ഈ മൊണാർക്കിയൊക്കെ എതിർത്തിരുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെയും പ്രൊട്ടസ്റ്റന്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. സോ പ്രൊട്ടസ്റ്റന്റ് അല്ലേ സക്സസറായിട്ട് വീണ്ടും വന്നത്. സോ ഇതും കറക്റ്റ് ആണ്. 2 and 3 കറക്റ്റ് ആണ്. ഓപ്ഷൻ ബി ഇസ് ദി റൈറ്റ് ആൻസർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയർസ് ഈസ് ഓർ ആർ കറക്റ്റ്ലി മാച്ച്ഡ്? ഇതിൽ ഏതൊക്കെയാണ് കറക്റ്റായിട്ട് മാച്ച് ചെയ്തിരിക്കുന്നത്? ഇത് ഒരു ഇവൻറ്റും തന്നിട്ടുണ്ട്, അതിൻ്റെ ഡെസ്ക്രിപ്ഷനും തന്നിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് കറക്റ്റ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഒരെണ്ണം പറഞ്ഞത് ബിൽ ഓഫ് റൈറ്റ്സ് ആണ്. ബിൽ ഓഫ് റൈറ്റ്സ് 1689 നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്? ലിമിറ്റഡ് ദ പവർ ഓഫ് ദ മൊണാർക്ക് ആൻഡ് സ്ട്രെങ്തൻഡ് പാർലമെന്റ്. മൊണാർക്കിന്റെ പവർ
കുറച്ച് പാർലമെന്റിനെ സ്ട്രെങ്തൻ ചെയ്തു. അത് കറക്റ്റ് അല്ലേ? ബിൽ ഓഫ് റൈറ്റ്സിൽ പറയുന്നത് കറക്റ്റ് തന്നെയാണ്. ഓക്കെ, പിന്നെ എന്താണ്, കാത്തലിക്സ് ഒന്നും വരാൻ പാടില്ല എന്നൊക്കെ ഉള്ളത് ഇവിടെ പറഞ്ഞു. എങ്കിൽ പോലും അത് ആക്ട് ഓഫ് സെറ്റിൽമെന്റിലാണ്. ഈവൻ ദോ ബിൽ ഓഫ് റൈറ്റ്സിൽ ബേസിക്കലി അബ്സല്യൂട്ട് മൊണാർക്കി മാറ്റി കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി വന്നു എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് ബിൽ ഓഫ് റൈറ്റ്സിൽ ബേസിക്കലി പറയുന്നത്. ഓക്കെ, ആ ഒരു ഓൾസോ ആക്ച്വലി സക്സഷന്റെ കാര്യവും ഇതിൽ പറയുന്നുണ്ട്, ബിൽ ഓഫ് റൈറ്റ്സിൽ പറയുന്നുണ്ട് ദാറ്റ് നോ റോമൻ കാത്തലിക് ക്യാൻ വെയർ ദ ക്രൗൺ എന്നുള്ളത്. അപ്പം വില്യം ത്രീയും വൈഫ് മേരി ടൂവും ഒക്കെ ആക്ച്വലി മൊണാർക്സ് എന്താണ് ബിൽ ഓഫ് റൈറ്റ്സ് അക്സെപ്റ്റ് ചെയ്തു. കാരണം അവരൊരു പ്രൊട്ടസ്റ്റന്റ് ഗ്രൂപ്പിൽ വരുന്നതായതുകൊണ്ട് തന്നെ അവർക്ക് ഓക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ബൈ ബ്ലഡ് ഇഫ് ദേ ആർ ഈവൻ ഇഫ് ദേ ആർ റോമൻ കാത്തലിക്സ് ദേ ആർ പ്രൊട്ടസ്റ്റന്റ് ബൈ നേച്ചർ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ സക്സസർ ആയിട്ട് കൊണ്ടുവന്നതിൽ ഓക്കെ ആയിരുന്നു. സോ സക്സഷൻ ഇവിടെ പറയുന്നുണ്ട്. സോ മൊണാർക്കിന്റെ പവർ ലിമിറ്റ് ചെയ്തു, പാർലമെന്റ് സ്ട്രെങ്തൻ ചെയ്തു, കറക്റ്റ് ആണ്. ആക്ട് ഓഫ് സെറ്റിൽമെന്റിൽ പറയുന്നത് കാത്തലിക് സക്സഷൻ പാടില്ല എന്നുള്ളതാണ്. സോ എൻഷുവേർഡ് കാത്തലിക് സക്സഷൻ എന്ന് പറയുന്നത് കാത്തലിക്സിന് ത്രോണിൽ വരാം എന്നാണ് പറയുന്നത്. അത് തെറ്റല്ലേ? വരാമെന്നല്ലല്ലോ, വരാൻ പറ്റില്ല എന്നല്ലേ പറഞ്ഞത്. സോ ദിസ് ഇസ് റോങ്, രണ്ടാമത് തെറ്റാണ്. ടോളറേഷൻ ആക്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു 1689 ബിൽ ഓഫ് റൈറ്റ്സ് വന്നു. 1701 ആക്ട് ഓഫ് സെറ്റിൽമെന്റ് വന്നു. അടുത്തത് 1689 തന്നെ കേട്ടോ, അതിന് ശേഷമല്ല, ഇവിടെ തന്നെ ടോളറേഷൻ ആക്ട് വന്നു. ടോളറേഷൻ ആക്ട് എന്തായിരുന്നു? ഗ്രാൻറ്റഡ് ലിമിറ്റഡ് റിലീജിയസ് ഫ്രീഡം ടു പ്രൊട്ടസ്റ്റന്റ് ഡിസെൻഡേഴ്സ്. അതായത് അതുവരെയും കാത്തലിക്സിനാണ് എന്ത് ചെയ്യുന്നത്, ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. പ്രൊട്ടസ്റ്റൻസിനൊന്നും എന്തില്ലായിരുന്നു, വലിയ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവർക്ക് ഈ ടോളറേഷൻ ആക്ട് പ്രകാരം എന്ത് ചെയ്തു, ഇവർക്കൊരു ഫ്രീഡം കൊടുക്കുകയുണ്ടായി. അതായത് ലിമിറ്റഡ് റിലീജിയസ് ഫ്രീഡം, അവരുടെ റിലീജിയനും പ്രാക്ടീസ് ചെയ്യാം എന്നുള്ള, ഡിഫറെൻറ്റ് റിലീജിയൻസ് പ്രാക്ടീസ് ചെയ്യാമെന്നുള്ള ഒരു അപ്രൂവൽ കൊടുത്തു ടോളറേഷൻ ആക്ട് പ്രകാരം. സോ അതാണ് 1689 ടോളറേഷൻ ആക്ട്. അത് കറക്റ്റ് ആണ്. സോ 1 and 3 ആണ് കറക്റ്റ്. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ, സോ ഇത്രയും സ്റ്റേറ്റ്മെന്റ്സ് ആണ് നമുക്ക് ആക്ച്വലി ഇതിനകത്ത് പറയാനായിട്ടുണ്ടായിരുന്നത്. ലെറ്റ് മീ ജസ്റ്റ് ഗോ ത്രൂ ഇഫ് എനി വേറെ എന്തെങ്കിലും പോയിന്റ്സ് നമുക്ക് വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ളത്. ഇല്ല, ഐ തിങ്ക് വി ഹാവ് കവേർഡ് ഓൾ ഓഫ് ദ പോയിന്റ്സ്. ഇത്രയും ക്വസ്റ്റ്യൻസ് ചെയ്തപ്പോൾ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ പോയിന്റ്സും നമ്മൾ കവർ ചെയ്തു. സോ വേറെ ഒന്നുമില്ല. നമുക്കിപ്പോൾ നെക്സ്റ്റ് റെവല്യൂഷൻ, അതായത് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിലേക്ക് നോക്കാം. സോ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിന്റെ ഇയർ ഇവിടെ തന്നിട്ടുണ്ട്, 1775 to 1783. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ദ കോസസ് ഓഫ് ദ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിന്റെ കോസസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നോക്കാം. British policy of mercantilism led to the resentment among American colonists. ഇപ്പോൾ ബ്രിട്ടീഷ് പോളിസി മെർക്കാൻറ്റലിസം എന്ന് പറയുമ്പോൾ ഇൻഡിജീനസ് ആയിട്ട് അതിനകത്ത് തന്നെ അവരുടെ രാജ്യത്തിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സിനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുക. അതായത് എക്കണോമിക് സ്റ്റേറ്റ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ആ ഒരു രാജ്യത്തിനകത്തുള്ള തന്നെ ഇൻഡസ്ട്രീസ്, ഇൻഡിജീനസ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ് മെർക്കാൻറ്റലിസം. പക്ഷേ ഇവിടെ മെർക്കാൻറ്റലിസം പ്രൊമോട്ട് ചെയ്തപ്പോൾ ട്രേഡ് കുറയ്ക്കുകയാണ് അവർ ചെയ്തത്. അപ്പോൾ ട്രേഡിൽ ഒരുപാട് ലിമിറ്റേഷൻസ് ഇവർ കൊണ്ടുവന്നു. ഒരുപാട് ടാക്സേഷൻസും ട്രേഡിൽ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരികയുണ്ടായി. അപ്പോൾ അത് ആക്ച്വലി ഇവർക്ക് ഒരു റിസെൻമെന്റ് കാര്യമായത്. ബ്രിട്ടീഷ് പോളിസി ഓഫ് മെർക്കാൻറ്റലിസം ലെഡ് ടു ദ റിസെൻമെന്റ് എമംഗ് അമേരിക്കൻ കോളനീസ്. നമുക്കറിയാം അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞാൽ 13 അമേരിക്കൻ കോളനീസും ഗ്രേറ്റ് ബ്രിട്ടനും എഗൻസ്റ്റ് പ്രവർത്തിച്ചതാണ് ഈ ഒരു റെവല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ അമേരിക്കൻ കോളോണിസ്റ്റും പിന്നെ ബ്രിട്ടീഷിന്റെ ഈ പോളിസിക്ക് എതിരായിരുന്നു അല്ലെ, ലെഡ് ടു റിസെൻമെന്റ്. അതിന് കറക്റ്റ് ആണ്, ആ പോയിന്റ് ഇസ് റൈറ്റ്. സ്ലോഗൻ നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെന്റേഷൻ വാസ് ഡയറക്റ്റഡ് അഗൈൻസ്റ്റ് ദ സ്റ്റാമ്പ് ആക്ട് ആൻഡ് സിമിലർ ലോസ്. ഓക്കെ, അപ്പോൾ വേറൊരു കോസ് എന്ന് പറയുന്നത് ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെന്റേഷൻ എന്നൊരു ടേം നമ്മൾ കാണാതെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഈ ഒരു സ്റ്റാമ്പ് ആക്ട്, ടീ ആക്ട്, പിന്നെ ടൗൺഷെൻഡ് ആക്ട്സ്, ഇതിനൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ട് അത് ടാക്സ് റിലേറ്റഡ് കുറേ ബ്രിട്ടീഷ് പോളിസീസ് കാണിക്കുന്ന ലോസ് ആണ്. അപ്പോൾ ഇതിലൊക്കെ ആരെയും ആൾക്കാരെ റെപ്രസെന്റ് ചെയ്ത് അവരെ സ്വന്തമായിട്ട് ടാക്സേഷൻസ് ഇംപ്ലിമെന്റ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ആ സ്ലോഗൻ ഇവരുടെ നിയമങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഇവർ കൊടുക്കുകയുണ്ടായി. നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെന്റേഷൻ എന്നുള്ളത് അവർ ആക്ച്വലി യൂസ് ചെയ്തൊരു സ്റ്റേറ്റ്മെന്റ് ആണ്, സ്ലോഗൻ ആണ്. സോ ഇറ്റ് ഈസ് ഓൾസോ കറക്റ്റ്.
മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ദ അമേരിക്കൻ കോളോണിസ്റ്റ് വെയർ അലൗഡ് ടു സെൻഡ് ഇലക്ടഡ് റെപ്രസെൻറ്റേറ്റീവ്സ് ടു ദ ബ്രിട്ടീഷ് പാർലമെന്റ്. അമേരിക്കൻ കോളനീസിലെ ആൾക്കാർക്ക് ബ്രിട്ടീഷ് പാർലമെന്റിന്റെ ഭാഗമാകാൻ അവർ അനുവദിച്ചിട്ടുണ്ടായിരുന്നു? ഇല്ല, അവരെന്താ ഒരു ലോവർ ലെവലിലാണ് നിർത്തിയിരുന്നത്. സോ ദിസ് ഈസ് റോങ്, ഇത് കറക്റ്റ് അല്ല. സോ 1 ഉം 2 ആണ് കറക്റ്റ്. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. With reference to the Boston Tea Party 1773, consider the following statements. Boston Tea Party regarding ആയിട്ട് ചോദിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമുക്കറിയാം അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിൽ ഒരുപാട് കീ ഇവൻറ്റ്സ് ഉണ്ട്. അതിൽ സ്റ്റാർട്ടിംഗ് ആണ് 1773 നടന്ന ഈ ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് പറയുന്നത്. ഈവൻ തോ നമ്മൾ ഡ്യൂറേഷൻ പറയുമ്പോൾ 1775 to 1783, ചിലയിടത്തൊക്കെ 1781 എന്നും പറയും. കാരണം റെവല്യൂഷൻ 81 കഴിഞ്ഞു. പക്ഷേ 83 നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒഫീഷ്യലി ആ ട്രീറ്റി സൈൻ ചെയ്യുന്നത്, ട്രീറ്റി ഓഫ് പാരീസ് സൈൻ ചെയ്ത് ഫൈനലി എന്ത് ചെയ്യുന്നത്, ഒഫീഷ്യലി USA ഇൻഡിപെൻഡൻ്റ് ആയി എന്നുള്ളത് പറയുന്നത്. അതുകൊണ്ട് തന്നെ ചിലയിടത്ത് 1781 കാണുന്നുണ്ട്, ചിലയിടത്ത് 1783 കാണുന്നുണ്ട്. ഓക്കെ, സോ ഫസ്റ്റ് പോയിന്റ് ബോസ്റ്റൺ ടീ പാർട്ടിയെ പറ്റി പറയുന്നത്. അപ്പോൾ ബോസ്റ്റൺ ടീ പാർട്ടി ഈ ഒരു ഡ്യൂറേഷന് മുന്നേ നടന്ന ഒരു ഇവന്റ് ആണ്. അത് കാരണമാണ്, ബോസ്റ്റൺ ടീ പാർട്ടി കാരണമാണ് 75 ഒരു റെവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്തത്. സോ ഇറ്റ് വാസ് എ പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ദ മൊണോപ്പൊളി ഗിവൺ ടു ദ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഇപ്പോൾ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒറ്റ ഭരണമായിരുന്നു, അവരാണ് എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്, അവിടത്തേക്കുള്ള ട്രേഡിങ് എല്ലാം ചെയ്തത്. അപ്പോൾ മൊണോപ്പൊളി ഒറ്റ കമ്പനി പോലെ വർക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ അവർക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് പോയ പ്രൊട്ടസ്റ്റ് ആയിരുന്നു ബോസ്റ്റൺ ടീ പാർട്ടി. ഇറ്റ് ഈസ് കറക്റ്റ്. American colonists disguised themselves as Native Americans and dumped tea into Boston Harbor. അതും കറക്റ്റാണ്. അവരെന്ത് ചെയ്തു, വന്ന പുതിയ ഒരു കപ്പൽ വന്നതിൽ അവരെന്ത് ചെയ്യുന്നു, നേറ്റീവ് അമേരിക്കൻ ഇന്ത്യൻസ് എന്ന് ചിലയിടത്ത് കൊടുത്തിട്ടുണ്ട്. അതായത് നേറ്റീവ് അമേരിക്കൻ, അവിടുത്തെ സാധാരണക്കാരാണെന്ന രീതിക്ക് ഡ്രസ്സ് ചെയ്ത് സിറ്റിസൻസ് ആണെന്ന് കാണിച്ച് എന്ത് ചെയ്തു, ഇവർ കയറി ടീ എല്ലായിടത്ത് ഡംപ് ചെയ്യുകയുണ്ടായി. സോ ദിസ് ഈസ് കറക്റ്റ്. ഓക്കെ, ഓപ്ഷൻ 2 കറക്റ്റ് ആണ്. അപ്പോൾ 1 ഉം 2 കറക്റ്റ് ആണെങ്കിൽ ഇനി 3 കറക്റ്റ് ആണോ എന്നുള്ളത് നോക്കിയാൽ മതി. ഇറ്റ് ഡയറക്ട്ലി ലെഡ് ടു ദ ഡിക്ലറേഷൻ ഓഫ് അമേരിക്കൻ ഇൻഡിപെൻഡൻസ്. ഇത് തെറ്റാണ്. കാരണം നമുക്കറിയാം ബോസ്റ്റൺ ടീ പാർട്ടി 1773 റെവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്യാനാണ് എന്ത് ചെയ്തത്, സഹായിച്ചത്. അതിനുശേഷം 1775 നമുക്കൊരു ബാറ്റിൽ ഓഫ് ലെക്സിംഗ്ടൺ ഉണ്ടായിരുന്നു. ബാറ്റിൽ ഓഫ് ലെക്സിംഗ്ടൺ ആൻഡ് കോൺകോർഡ്. അത് ഈ ഒരു ആംഡ് കോൺഫ്ലിക്റ്റ്, വിച്ച് മീൻസ് ആംസ് യൂസ് ചെയ്ത്, വെപ്പൺസ് യൂസ് ചെയ്തിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റ് സ്റ്റാർട്ട് ചെയ്തത് അപ്പോഴാണ്. അതിനുശേഷം 1776 ഇവരൊരു ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് പുറപ്പെടുവിക്കുകയുണ്ട്. അതായത് അവർ ഇൻഡിപെൻഡൻ്റ് ആകണമെന്നൊക്കെ പറഞ്ഞിട്ട് കോളനി സെപ്പറേഷൻ വേണമെന്നുണ്ട് ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് കൊണ്ടുവന്നത്. അപ്പോഴും ഡിക്ലറേഷൻ ആയിട്ടേ ഉള്ളൂ, സെറ്റിൽ ആയിട്ടില്ല. ഇത് കൊണ്ടുവന്ന തോമസ് ജെഫേഴ്സൺ ആണ്. അതിനുശേഷം 1777 വീണ്ടും ഒരു ബാറ്റിൽ ഉണ്ടായി, ബാറ്റിൽ ഓഫ് സരട്ടോഗ. ഈ ബാറ്റിൽ ഓഫ് സരട്ടോഗയുടെ സിഗ്നിഫിക്കൻസ് നിന്ന് ഫ്രഞ്ച് അലയൻസ് ഇവിടെ കാണിക്കുകയുണ്ടായി. ഫ്രഞ്ച് അലയൻസ്, ഫ്രാൻസ് ഒക്കെ ഈ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിൽ ആക്ച്വലി 3 കൺട്രീസ് ആണ് മെയിനായിട്ട് ഇവർ ഇന്റർനാഷണലി ഹെൽപ്പ് ചെയ്തത്. ഫ്രഞ്ച്, സ്പെയിൻ, ഡച്ച് റിപ്പബ്ലിക്. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്രാൻസ്, സ്പെയിൻ, ഡച്ച് റിപ്പബ്ലിക്ക് ഹെൽപ്പ് ചെയ്തത്. അപ്പോൾ ഈ ഫ്രഞ്ച് അലയൻസ് ആണ് ബാറ്റിൽ ഓഫ് സരട്ടോഗയിൽ എവിഡൻ്റ് ആയിട്ട് നിന്നത്. അത് 1781 എത്തിയപ്പോൾ ബാറ്റിൽ ഓഫ് യോർക്ക് ടൗൺ നടന്നു. ബാറ്റിൽ ഓഫ് യോർക്ക് ടൗണിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ അവിടെ ബ്രിട്ടീഷ് ഫോഴ്സസ്, അവിടെ മെയിനായിട്ടും ബ്രിട്ടീഷ് ഫോഴ്സിന് അവർ എന്ത് ചെയ്തു, തോൽപ്പിച്ചു. US won. അപ്പോൾ അതിനുശേഷം ഒഫീഷ്യലി ഇവർ പോയി ഇൻഡിപെൻഡൻ്റ് ആയി എന്നുള്ളത് സൈൻ ചെയ്യുന്നത് ട്രീറ്റി ഓഫ് പാരീസ് 1783 അതാണ് ഈ 81-83 ഒരു കൺഫ്യൂഷൻ കിടക്കുന്നത്. അപ്പോൾ ഇതിനുശേഷം ഇത്ര ഇവൻറ്റ്സ് കഴിഞ്ഞിട്ടാണ്, അതായത് 1775 ഈ ബാറ്റിലൊക്കെ കഴിഞ്ഞിട്ടാണ് ഡിക്ലറേഷൻ വരുന്നത്, ഡിക്ലറേഷൻ ഓഫ് അമേരിക്കൻ ഇൻഡിപെൻഡൻസ് വരുന്നത്. സോ ദർ ഇസ് എ ഗ്യാപ്പ്. ഉടനെ നടന്നില്ല. ഡയറക്ട്ലി ലെഡ് ടു ഇതല്ല, ഡയറക്ട്ലി ലെഡ് ടു ദ ബാറ്റിൽ ഓഫ് ലെക്സിംഗ്ടൺ. സോ ദിസ് ഈസ് റോങ്. 1 ഉം 2 ആണ് കറക്റ്റ്. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following statements about declaration of independence, അതായത് 1776 നമ്മൾ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് കൊടുത്ത് അതിനെ പറ്റിയുള്ള സ്റ്റേറ്റ്മെന്റ്സിൽ ഇത് ഏതൊക്കെയാണ് ട്രൂ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഫസ്റ്റ് വൺ, ഇറ്റ് വാസ് ഓർഡർഡ് പ്രൈമർലി ബൈ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. ഇത് തെറ്റല്ലേ? തോമസ് ജെഫേഴ്സൺ ആണ്. ഐ തിങ്ക് സ്പെല്ലിംഗ് എങ്ങനെയാണെന്ന് അറിയില്ല. തോമസ് ജെഫേഴ്സൺ ആണ് എഴുതിയത്. സോ ദിസ് ഇസ് റോങ്. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ അല്ല ഈ ഡിക്ലറേഷൻ എഴുതിയത്. Then it declared that all men are created equal with unalienable rights. അപ്പോൾ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് ആക്ച്വലി എന്നാ സൈൻ ചെയ്തതെന്ന് ഓർമ്മയുണ്ടോ? ജൂലൈ 14, 1776.
76-ൽ. അപ്പോൾ അതിൽ പറഞ്ഞ കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മെന്നും ഈക്വൽ ആണ് ആൻഡ് അവർക്ക് നാച്ചുറലായിട്ടും ലൈഫിനോടുള്ള ഒരു റൈറ്റ് ഉണ്ട്, ഫ്രീഡം ഉണ്ട് ആൻഡ് പെർസ്യൂട്ട് ഓഫ് ഹാപ്പിനെസ് ഉണ്ട്. ദാറ്റ് ദേ ആർ ജസ്റ്റിഫൈഡ് ഇൻ റിവോൾട്ടിങ്. അവരുടെ റൈറ്റ്സ് വയലേറ്റ് ചെയ്യപ്പെടുന്നു തോന്നിക്കഴിഞ്ഞാൽ ഗവൺമെൻറ് അഗേൻസ്റ്റ് ഇവർക്ക് ആക്ഷൻസ് എടുക്കാനും പറ്റും, അവർക്ക് അതിന് അഗേൻസ്റ്റ് ആയിട്ട് പ്രതികരിക്കാനും പറ്റും. അങ്ങനെ കുറേ റൈറ്റ്സ് കൊടുക്കുകയുണ്ടായി അല്ലേ ഈ ഡിക്ലറേഷൻ പ്രകാരം. ഇറ്റ് ഈസ് ട്രൂ. It listed grievances against King George III to justify separation. അപ്പം ഈ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസിൽ ഇവരുടെ ഒരു പ്രൊപ്പോസൽ വയ്ക്കുന്ന പോലെയാണ്, ഇന്ന കാര്യങ്ങളൊക്കെ നമുക്ക് വേണം. അപ്പോൾ കിങ് ജോർജ് ത്രീയിൽ നിന്ന് ഒരു എന്താണ്, ദേ ഹാവ് ടു ബി ഫ്രീ. അപ്പോൾ അതിനു വേണ്ടി അവരുടെ ഭാഗത്തു നിന്ന് അവർക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്ന ഗ്രീവൻസസ്, അവർക്ക് വരുന്ന ബുദ്ധിമുട്ടുകളെല്ലാം നോട്ട് ഡൗൺ ചെയ്തിട്ടാണ് അവർ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതും കറക്റ്റാണ്. സോ ഈവൻ നമ്മുടെ മെയിൻ നോട്ട്സിലൊന്നും ഇങ്ങനെ ഈ ജോർജ് ത്രീയുടെ കാര്യം അങ്ങനെ എടുത്ത് പറയില്ല, ബട്ട് ഒന്ന് നോക്കി വയ്ക്കുക. ജോർജ് ത്രീ ആയിരുന്നു ആ സമയത്തുള്ള ഭരണാധികാരി. സോ അവിടെ നിന്നുള്ള സെപ്പറേഷനെ പറ്റി പറയുന്നുണ്ട്. സോ 2 and 3 ഈസ് കറക്റ്റ്. 2 and 3 ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. ദ ട്രീറ്റി ഓഫ് പാരീസ്. അപ്പോൾ ബേസിക്കലി നിങ്ങൾക്ക് ഇപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ചെയ്തപ്പോൾ ഞാൻ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഒന്നും വെച്ചിട്ടില്ല, കൂടുതലും ഈ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് കൊണ്ടുവന്നത്. സോ ദാറ്റ് നമുക്ക് കുറേ പോയിന്റ്സും റിവൈസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് PSCയുടെ മോഡലിലെ കുറച്ച് ടഫ് ക്വസ്റ്റ്യൻസ് ഇത് വരുമ്പോൾ തന്നെ ഇതിൽ നിന്ന് തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പോയിന്റ്സ് റിവൈസ് ചെയ്തിട്ടുണ്ട്. സോ ഇതിൽ നിന്ന് ഡയറക്റ്റ് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ യു വിൽ ബി ഏബിൾ ടു ആൻസർ. സോ അതുകൊണ്ടാണ് ഈ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. So next question, consider the following statements. The Treaty of Paris 1783 നടന്നത്. ഫോർമലി എൻഡഡ് ദ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. ട്രൂ ആണല്ലേ. ഈ ഒരു പാരീസ് ട്രീറ്റി സൈൻ ചെയ്തുകൊണ്ട് ഒഫീഷ്യലി റെക്കഗ്നൈസ് ചെയ്തു USA ഇൻഡിപെൻഡന്റ് ആണെന്നുള്ളത്. ദെൻ ഫ്രാൻസ് ആൻഡ് സ്പെയിൻ റിമെയിൻഡ് ന്യൂട്രൽ ഡ്യൂറിങ് ദ വാർ. ആണോ, ന്യൂട്രൽ ആയിരുന്നോ? അല്ല, ഫ്രാൻസും സ്പെയിനും ആരുടെ പക്ഷം? ന്യൂട്രൽ എന്ന് പറയുമ്പോൾ രണ്ട് പക്ഷത്തിൻ്റെയും പിടിക്കാതെ നിൽക്കുന്നതാണ് ന്യൂട്രൽ എന്ന് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഫ്രാൻസും സ്പെയിനും USന്റെ സൈഡിൽ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. സോ ദിസ് ഇസ് റോങ്. ന്യൂട്രൽ അല്ലായിരുന്നു അവർ. ദ US ഗെയിൻഡ് ടെറിട്ടറി അപ് ടു മിസിസിപ്പി റിവർ ആസ് പെർ ട്രീറ്റി. കറക്റ്റ് ആണ്. ആ ട്രീറ്റിയിൽ ഇവരുടെ ഏരിയ അപ് ടു മിസിസിപ്പി റിവർ വരെ ഇവരുടെ റീജിയൻ ആണെന്ന് അവരതിൽ പറയുന്നുണ്ട്, മെൻഷൻ ചെയ്യുന്നുണ്ട്. സോ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റും ഈസ് കറക്റ്റ്. ഓക്കെ, സോ 1ഉം 3യുമാണ് റൈറ്റ് ആൻസർ. വിച്ച് ഓഫ് ദ എബോവ് ഈസ് കറക്റ്റ്? 1ഉം 3യും കറക്റ്റ് ആണ്. 1 and 3 ഓൺലി ഓപ്ഷൻ ബി. With reference to the impact of American War of Independence, consider the following. ഇപ്പോൾ ഇമ്പാക്റ്റ് ആണ് കേട്ടോ, കോൺസിക്വൻസസ് അല്ലെങ്കിൽ ഇമ്പാക്റ്റിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിന് ശേഷം എന്തൊക്കെ ചേഞ്ചസ് ഉണ്ടായി? ഇറ്റ് ഇൻസ്പയർഡ് ദ ഫ്രഞ്ച് റെവല്യൂഷൻ ആൻഡ് ഡെമോക്രാറ്റിക് മൂവ്മെന്റ്സ് ഇൻ യൂറോപ്പ്. അതെ, ഗ്രേറ്റ് റെവല്യൂഷൻ ഓഫ് ഇംഗ്ലണ്ട് അതിന് ശേഷമുള്ള റെവല്യൂഷൻസിന് കാരണമായി. ഈ റെവല്യൂഷൻ ഇതിന് ശേഷം, ഫ്രഞ്ച് റെവല്യൂഷനും റഷ്യൻ റെവല്യൂഷനും ഒക്കെ ഇതിന് ശേഷം വന്നതാണ്. സോ അതിനെ ഹെൽപ്പ് ചെയ്തു. ഇറ്റ് ഈസ് ട്രൂ. ഇറ്റ് ലെഡ് ടു ദ ഇമ്മീഡിയറ്റ് അബോളിഷൻ ഓഫ് സ്ലേവറി ഇൻ ഓൾ അമേരിക്കൻ സ്റ്റേറ്റ്സ്. തെറ്റാണ്. ഇൻഡിപെൻഡൻസ് കിട്ടിയെങ്കിലും സ്ലേവറി അബോളിഷൻ കുറച്ചുകൂടെ ടൈം എടുത്തു. സോ ഇമ്മീഡിയറ്റ് അബോളിഷൻ സംഭവിച്ചില്ല. സോ ദിസ് ഇസ് റോങ്. ഇറ്റ് എസ്റ്റാബ്ലിഷ്ഡ് എ റിപ്പബ്ലിക്കൻ ഫോം ഓഫ് ഗവൺമെന്റ് ഇൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്നും USA എസ്റ്റാബ്ലിഷ് ചെയ്തപ്പോൾ US എന്തായിട്ടാണ് മാറിയത്? ദ ഫസ്റ്റ് മോഡേൺ കോൺസ്റ്റിറ്റ്യൂഷണൽ, മറ്റേടത്ത് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി ആയിരുന്നു, ഇവിടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ലിബറൽ ഡെമോക്രസിയാണ്. ഓക്കെ, ഇങ്ങനെയായിട്ട് മാറി. സോ ഇറ്റ് ഈസ് റിപ്പബ്ലിക്കൻ ഗവൺമെന്റ്. ഇറ്റ് എസ്റ്റാബ്ലിഷ്ഡ് എ റിപ്പബ്ലിക്കൻ ഫോം ഓഫ് ഗവൺമെന്റ് ഇൻ ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. So 1 and 3 is the correct answer. Okay, 1 and 3 option A correct ആണോ? യെസ്, ഓപ്ഷൻ എ ആയിരുന്നു. ഇനി ഇവിടെ ഇവന്റും സിഗ്നിഫിക്കൻസും തന്നിട്ടുണ്ട്. ഏതൊക്കെ കറക്റ്റ്ലി മാച്ച്ഡ് ആണെന്നാണ് ചോദിക്കുന്നത് കേട്ടോ. ഇപ്പൊ ലെക്സിംഗ്ടണും കോൺകോർഡും 1775 ബാറ്റിൽ ഓഫ് ലെക്സിംഗ്ടണും കോൺകോർഡ്. ഇത് ഫസ്റ്റ് ബാറ്റിൽ ഓഫ് ദി വാർ. കറക്റ്റ് ആണ് അല്ലേ? അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിൽ ആദ്യത്തെ വാർ ആയിരുന്നു. അടുത്ത ബാറ്റിൽ ഓഫ് സരട്ടോഗയിലാണ് ടേണിംഗ് പോയിന്റ് ദാറ്റ് സെക്യൂർഡ് ഫ്രഞ്ച് സപ്പോർട്ട്. അതെ, ഫ്രഞ്ച് സപ്പോർട്ട് കൊണ്ടുവന്നത് ഇതാണ്. കറക്റ്റ് ആണ്. യോർക്ക് ടൗൺ 1781 നടന്നു. ഫൈനൽ മേജർ ബാറ്റിൽ ലീഡിംഗ് ടു ബ്രിട്ടീഷ് സറണ്ടർ. ബ്രിട്ടീഷ് സറണ്ടർ ചെയ്തതിലാണ്. 3ഉം കറക്റ്റ് അല്ലേ? ഓപ്ഷൻ ഡി 1, 2, 3 കറക്റ്റ് ആണ്. നെക്സ്റ്റ് വൺ,
സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. ജോർജ് വാഷിംഗ്ടൺസ് ലീഡർഷിപ്പ് വാസ് സെൻട്രൽ ടു ദി അമേരിക്കൻ വിക്ടറി. ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിൽ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്. ജോർജ് വാഷിംഗ്ടൺ വാസ് വൺ ഓഫ് ദം. പിന്നെ ജോൺ ആഡംസ്, തോമസ് ജെഫേഴ്സൺ ഒക്കെ ഉണ്ട്. ബട്ട് ദ കീ ലീഡർ ആ വാറിൻ്റെ സമയത്തൊക്കെ, വാർ എന്ന് പറയുമ്പോൾ ആ റവല്യൂഷൻ്റെ സമയത്തൊക്കെ ഒരു കീ ലീഡറായിട്ട് നിന്നത് ജോർജ് വാഷിംഗ്ടൺ. ആൻഡ് ഓൾസോ നമ്മുടെ ഫസ്റ്റ് പ്രസിഡന്റ് ആയിട്ട് വന്നതും USA എടുത്ത് ജോർജ് വാഷിംഗ്ടൺ ആണ്. സോ ഹീസ് ഇത് ട്രൂ പോയിന്റ് ആണ്, കറക്റ്റ് ആണ്. The British forces were weakened by overextension and underestimation of colonial resistance. അപ്പോൾ ഇവിടെ ബ്രിട്ടീഷിൻ്റെ ഫോഴ്സസ് വീക്കൻ ചെയ്തു ബൈ ഓവർ എക്സ്റ്റൻഷൻ ആൻഡ് അണ്ടർ എസ്റ്റിമേഷൻ ഓഫ് കൊളോണിയൽ റെസിസ്റ്റൻസ്. അപ്പോൾ കൊളോണിയൽ റെസിസ്റ്റൻസ് കാരണം ബ്രിട്ടീഷ് ഫോഴ്സസ് വീക്കൻ ചെയ്തു. അമേരിക്കൻ വിക്ടറി വാസ് അച്ചീവ്ഡ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം 13 അമേരിക്കൻ കോളനീസ് ആണ് ആർക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് പോയത്? എഗെയിൻസ്റ്റ് ദി ബ്രിട്ടീഷ് ഫോഴ്സസ്. അപ്പോൾ ഇവർ കണ്ടിന്യൂസ് ആയിട്ട് കുറേ ഇവരെ ഫോഴ്സ് ചെയ്തുകൊണ്ടിരുന്നത് കൊണ്ട് തന്നെ ബ്രിട്ടീഷ് ഫോഴ്സസ് പിന്നീട് വീക്കൻ ചെയ്തു. അല്ലെങ്കിൽ ബാറ്റിൽസിലൊക്കെ അവർ ലാസ്റ്റ് ആയപ്പോഴത്തേക്കും അവർ തോറ്റു കൊടുത്തത്. അപ്പോൾ ഓപ്ഷൻ 2 റൈറ്റ് ആണ്. നെക്സ്റ്റ്, അമേരിക്കൻ വിക്ടറി വാസ് അച്ചീവ്ഡ് വിത്തൗട്ട് എനി ഫോറിൻ സപ്പോർട്ട്. സോ ഫോറിൻ സപ്പോർട്ട് ഒന്നും കിട്ടിയില്ല എന്ന് ഉള്ള പോയിന്റ് തെറ്റല്ലേ? സ്പെയിൻ ഉണ്ട്, ഫ്രാൻസ് ഉണ്ട്, ഡച്ച് റിപ്പബ്ലിക്, ഇവർ 3 പേരും ഇവർക്ക് എന്ത് ചെയ്തു? സപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ ദിസ് ഈസ് റോങ്. സോ 1 and 2 ആണ് കറക്റ്റ്. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ഇനി ഫ്രഞ്ച് റെവല്യൂഷൻ. സോ നെക്സ്റ്റ് ഇനി നമുക്ക് ഫ്രഞ്ച് റെവല്യൂഷൻ. അപ്പോൾ ഇതിൽ തന്നെ അത്യാവശ്യം നമുക്ക് പോയിന്റ്സ് കവർ ചെയ്തിട്ടുണ്ട്. ലെറ്റ് മീ സീ ഇഫ് ദർ ഇസ് എനി അഡീഷണൽ പോയിന്റ്. ഇല്ല, അഡീഷണൽ പോയിന്റ്സ് ഒന്നും ഇല്ല, എല്ലാം നമ്മൾ കവർ ചെയ്തു. കോസസ് മാത്രം ഒന്നും കൂടെ ഒന്ന് ഓർത്താൽ മതി. ഈ ബ്രിട്ടീഷ് ട്രൂപ്സ് വന്നിട്ട് ട്രേഡിൽ ഒരുപാട് റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നു. പിന്നെ അതുപോലെ തന്നെ സ്റ്റാമ്പ് ആക്ട്, ടീ ആക്ട്, ഇതുപോലെയുള്ളതിലൊക്കെ ടാക്സസ് ഒരുപാട് ഇവർ അടിച്ചേൽപ്പിക്കുകയുണ്ട്. അപ്പോൾ അതൊക്കെയാണ് കുറേ റീസൺസ് വിച്ച് ലെഡ് ടു ദി അമേരിക്കൻ റെവല്യൂഷൻ അല്ലെങ്കിൽ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. സോ ഇത്രയേ ഉള്ളൂ, ഇതിൽ ഇത്രയും പോയിന്റ്സേ ഉള്ളൂ. ഇനി നമുക്ക് പഠിക്കാനുള്ള വേൾഡ് ഹിസ്റ്ററിയിൽ ഫ്രഞ്ച് റെവല്യൂഷൻ, റഷ്യൻ റെവല്യൂഷൻ ആൻഡ് ചൈനീസ് റെവല്യൂഷൻ, ഈ 3 കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ സിലബസിലുള്ള റെവല്യൂഷൻസ് എല്ലാം കംപ്ലീറ്റ് ആകും. സോ അതിലും ഇതുപോലെ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ടാകും. സ്റ്റേറ്റ്മെന്റ് ടൈപ്പും ഐ തിങ്ക് അതിൽ കുറച്ചുകൂടെ സിമ്പിൾ ക്വസ്റ്റ്യൻസും ഉണ്ട്. സ്റ്റേറ്റ്മെന്റ് മാത്രമല്ല ബാക്കിയുണ്ട്. സോ വിച്ച് വിൽ ഹെൽപ്പ് യു ടു സ്റ്റഡി ദി ആൻഡ് പ്രിപ്പയർ ഫോർ ദി എക്സാം. നിങ്ങൾക്ക് നല്ലൊരു റിവിഷനും ആകും. ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് മാത്രം നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഹോപ്പ് ദിസ് വീഡിയോ ഹെൽപ്സ് യു. ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ എന്തെങ്കിലും യു ക്യാൻ ഷെയർ. സോ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ബാക്കി റെവല്യൂഷൻസ് കവർ ചെയ്യാം. താങ്ക് യു.